ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയടയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇലയട തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ടൊരു കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കപ്പയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു കട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. നല്ലപോലെ കട്ടൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു തുണിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കട്ട് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇത് കളഞ്ഞെടുക്കുന്നുണ്ട്. അതൊരു ഉണ്ട് ആ ഒരു വെള്ളത്തിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വെള്ളം മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു അട ഉണ്ടാക്കി എടുക്കാനായിട്ട്. പിന്നെ ഈ എല്ലാതും നല്ലതുപോലെ തന്നെ കട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് കളയാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ, അതായത് ഒരു 2 അച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു മണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ജീരകപ്പൊടിയൊക്കെ ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ രീതിയിൽ അട ചുട്ടെടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ, നീളത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഇത് അതിൻ്റെ 2 സൈഡും ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അപ്പങ്ങൾ ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനത് മുഴുവനായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു കപ്പരയും അതുപോലെ തന്നെ ചുക്കും ജീരകപ്പൊടിയിലൊക്കെ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, 4 മണി പലഹാരമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്